ഭൂതകാല ചരിത്രത്തിന്റെ ഈടുവയ്പ്പുകൾ ഉറങ്ങുന്ന പൈതൃക നഗരിയായ കോഴിക്കോടിന് മഹോന്നതമായൊരു വാണിജ്യ സംസ്കാരത്തിന്റെ ഗതകാല പാരമ്പര്യം കൂടി അവകാശപ്പെടാനുണ്ട്. ദി കാലിക്കറ്റ് ബുള്ളിയൻ ഡീലേഴ്സ് അസോസിയേഷൻ സ്വർണ്ണ വ്യാപാരികളുടെ സൗഹൃദ കൂട്ടായ്മയിൽ നിന്നും പിറവികൊണ്ട ഈ സംഘടന കോഴിക്കോടിന്റെ സുവർണ മുദ്രയായി മാറിക്കഴിഞ്ഞിട്ട് ഏറെക്കാലമായി. ഏതാണ്ട് 1.25 നൂറ്റാണ്ടിനപ്പുറത്തേക്ക് നീണ്ടുകിടക്കുന്ന കാലചരിത്രങ്ങളുടെ ദൈർഘ്യദൂരമുണ്ട് കോഴിക്കോട്ടെ സ്വർണ്ണ വ്യാപാരത്തിന്റെ പ്രാരംഭദശയിലേക്ക്. കൊല്ലം 1890 ഉത്തരേന്ത്യക്കാരനായ യു ഹരിനായിക് എന്ന ഗൗഡ സരസ്വത ബ്രാഹ്മണൻ കോഴിക്കോട്ടേക്ക് കുടിയേറിയെത്തുന്നത്. മേലെ പാളയത്തിലുള്ള വാടക കെട്ടിടത്തിൽ അദ്ദേഹം സ്വർണ്ണ വ്യാപാരത്തിൽ ചെറുകിട സ്ഥാപനം തുടക്കം കുറിച്ചതിന്റെ പിന്നാലെ ഹരിനായിക്കിന്റെ ബന്ധുവായ ലക്ഷ്മണ നായിക്കും ഇവിടെയെത്തി സ്വർണ്ണ വ്യാപാരത്തിന്റെ മേഖല ചില ഭാഗങ്ങളിലേക്കുകൂടി വ്യാപിപ്പിച്ചു. ഇതേ കാലഘട്ടത്തിൽ തന്നെ മറ്റു ചില പരമ്പരാഗത സ്വർണ്ണ വ്യാപാരികളും ചെറിയ രീതിയിൽ ഇവിടെ കച്ചവടം ചെയ്തു പോന്നിരുന്നു. ഹരിനായിക്കിന്റെ കാലത്തിനു ശേഷം അദ്ദേഹത്തിന്റെ മകനായ എച്ച് വെങ്കടേഷ് നായിക് സ്വർണ്ണ വ്യാപാരം തുടർന്നു കൊണ്ടുപോകുകയും വെങ്കടേഷ് നായിക്കിന്റെ മരണത്തെ തുടർന്ന് വി മോഹൻദാസ് നായിക്, ഗോപിനാഥ നായിക്, രാംദാസ് നായിക്, നരസിംഹൻ എന്നീ 4 മക്കളിലൂടെ വാണിജ്യ സ്ഥാപനം മുന്നോട്ടു കൊണ്ടുപോകുകയും ചെയ്തു. ലക്ഷ്മണ നായിക്കിന്റെ കാലശേഷമാണ് മക്കളായ എൽ നാരായണ നായിക് ഭാരത് ജ്വല്ലറിയും എൽ വെങ്കടേഷ് നായിക് എൽ വി നായിക് ജ്വല്ലറിയും സ്ഥാപിക്കുന്നത്. കാലത്തിന്റെ മുമ്പോട്ടേക്കുള്ള യാത്രക്കിടയിൽ നാരായണ നായിക്കിന്റെ പുത്രൻ എൻ കൃഷ്ണ നായിക് ഭാരത് ജ്വല്ലറിയുടെ പേര് എൻ കൃഷ്ണ നായിക് ആൻഡ് കമ്പനി എന്നാക്കി പുതുക്കുകയും വെങ്കടേഷ് നായിക്കിന്റെ മരണത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ മക്കൾ അതേ പേരിൽ തന്നെ വ്യാപാരം തുടർന്നു കൊണ്ടുപോകുകയും ചെയ്തു. ഏതാണ്ട് ഇതേ കാലത്തു തന്നെ കെ എൻ ശ്രീധര ഷേണായി എന്ന മറ്റൊരു വ്യാപാരി കെ ജി നാഗഷേണായി റിഫൈനറി എന്ന പേരിലൊരു സ്ഥാപനം നടത്തിയിരുന്നു. സ്വർണവും വെള്ളിയും ശുദ്ധീകരിക്കുന്ന ഈ സ്ഥാപനം ദക്ഷിണേന്ത്യയിലെ തന്നെ സർക്കാർ അംഗീകൃത റിഫൈനറിയായിരുന്നു. അക്കാലത്തെ മറ്റൊരു സ്വർണ്ണ വ്യാപാരിയായിരുന്നു ഉപേന്ദ്ര നായിക്. അദ്ദേഹത്തിന്റെ മക്കളായ യു ദത്താത്ര റാവു, സദാശിവ റാവു, രഘുറാം എന്നിവർ ചേർന്ന് ദത്താത്ര റാവു ആൻഡ് കമ്പനി എന്ന പേരിൽ മേലെപ്പാളയത്ത് ഒരു ജ്വല്ലറി നടത്തിയിരുന്നു. കോഴിക്കോടിന്റെ മുഖ്യധാര ചരിത്രത്തിനൊപ്പം സ്വർണ്ണ വ്യാപാരത്തിന്റെ സമാന്തര ചരിത്രവും കാലത്തിനൊപ്പം മുന്നേറിക്കൊണ്ടേയിരുന്നു. അക്കാലത്ത് കോഴിക്കോട്ടെ പ്രധാനപ്പെട്ട 2 സ്വർണ്ണ വ്യാപാരികളായിരുന്നു എ പി ബാലകൃഷ്ണപിള്ളയും കെ വി കൃഷ്ണപിള്ളയും. ഇവർ കൂട്ടുചേർന്നാണ് അക്കാലത്ത് മേലെപ്പാളയത്ത് വ്യാപാരം ആരംഭിക്കുന്നത്. ഒരുപക്ഷെ എ പി ബാലകൃഷ്ണപിള്ള ജ്വല്ലേഴ്സ് എന്ന പേരിൽ ആദ്യത്തെ എയർ കണ്ടീഷൻ ജ്വല്ലറി ആരംഭിക്കുന്നതും ഇവർ തന്നെയായിരിക്കും. ഇവരുടെയെല്ലാം കാലശേഷം മക്കൾ ഇന്നും സ്വർണ്ണ വ്യാപാരം തുടർന്നു കൊണ്ടുപോകുന്നു. സ്വർണ്ണ വ്യാപാരത്തിന്റെ ആ സുവർണ കാലഘട്ടത്തിൽ വ്യാപരിച്ചിരുന്ന മറ്റൊരു വ്യക്തിയായിരുന്നു ജി ദാമോദർ ബാളിക. അദ്ദേഹം തുടക്കം കുറിച്ച സ്ഥാപനമാണ് സുധ ജ്വല്ലറി എന്ന പേരിൽ മക്കൾ ഇന്നും തുടർന്നു കൊണ്ടുപോകുന്നത്. ഇതാണ് കോഴിക്കോട്ടെ സ്വർണ്ണ വ്യാപാരത്തിന്റെ പ്രാരംഭ ചരിത്രം. 1920, 1940 കാലഘട്ടങ്ങളിലായി കോഴിക്കോട് നഗരത്തിൽ വലിയങ്ങാടി, കോട്ട് റോഡ്, മൊയ്തീൻ പള്ളി റോഡ്, മേലെപ്പാളയം എന്നിവിടങ്ങളിലടക്കം 20-ൽ താഴെ സ്വർണ്ണ വ്യാപാരശാലകളായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. പിൽക്കാലത്ത് ഗോൾഡ് കൺട്രോൾ ആക്ട് നിലവിൽ വന്നതോടെ പല സ്ഥാപനങ്ങളും പ്രവർത്തനരഹിതമായി. വളരെ കർക്കശമായിരുന്നു അക്കാലത്തെ കസ്റ്റംസ് നിയമങ്ങൾ. കാലിക്കറ്റ് സറഫ അസോസിയേഷൻ ഇതായിരുന്നു കോഴിക്കോട്ടെ ആദ്യകാല സ്വർണ്ണ വ്യാപാരികളുടെ സംഘടനയുടെ പേര്. കോഴിക്കോടിന്റെ പഴയകാല നഗരപിതാവായിരുന്ന ശ്രീ മഞ്ജുനാഥ റാവു അധ്യക്ഷനും ശ്രീധര ഷേണായി സെക്രട്ടറിയുമായാണ് സംഘടന സ്ഥാപിതമാകുന്നത്. ഇവർക്കു പുറമെ സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്ന എ പി ബാലകൃഷ്ണപിള്ള, കെ വി ബാലസുബ്രഹ്മണ്യം, റാവുജി എന്ന കെ സുരേന്ദ്ര റാവു, ബി ഗിരിരാജൻ, റാം മോഹൻ കമ്മത്ത്, സുധാകർ ബാളിക, പി എം ഉതുപ്പ്, വി മോഹൻദാസ് നായിക്, നാരായണ അയ്യർ, ജി ബാബു റാവു, വടകര സ്വദേശികളായ
ടി.കെ. കുമാരൻ, അബ്ദുൽ ഖാദർ ഹാജി എന്നിങ്ങനെയുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ സംഘടനയുടെ തലപ്പത്തുണ്ടായിരുന്നു. ഏതാണ്ട് 30 വർഷക്കാലത്തോളം കാലിക്കറ്റ് സർഫ അസോസിയേഷൻ പ്രവർത്തന നിരതമായിരുന്നു. അക്കാലത്തൊക്കെയും നേതൃനിരയിൽ നിന്നുകൊണ്ട് ഭരണസാരഥ്യം വഹിക്കുവാൻ ശ്രീ മഞ്ജുനാഥ റാവു, നാരായണ അയ്യർ, കെ.എൻ. ശ്രീധർ ഷേണായി, ജി. ബാബുറാവു, എ.പി. ബാലകൃഷ്ണപിള്ള, വി. മോഹൻദാസ്, കെ.വി. ബാലസുബ്രഹ്മണ്യൻ എന്നിവരടക്കമുള്ള പ്രമുഖർ സജീവ സന്നദ്ധരായിട്ടുണ്ടായിരുന്നു. 1977 പഴയകാല സംഘടന കാലിക്കറ്റ് ബുള്ളിയൻ ഡീലേഴ്സ് അസോസിയേഷൻ എന്ന പേരിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനമാരംഭിക്കുന്നത്. പുതുതായി നിലവിൽ വന്ന സംഘടനയിലും പ്രസിഡന്റ്, സെക്രട്ടറി പദവികളിലായി എ.പി. ബാലകൃഷ്ണപിള്ള, കെ.എൻ. ശ്രീധർ ഷേണായി, പി.എം. ഉതുപ്പ്, ബി. ഗിരിരാജൻ, വിജയൻ മംഗല്യ, കെ.വി. ബാലസുബ്രഹ്മണ്യം, വി. മോഹൻദാസ് നായിക്, ടി. സുധാകർ ബാളിക, കെ. സുരേന്ദ്ര റാവു, റാംമോഹൻ കമ്മത്ത് എന്നിവർ ശക്തമായി മുന്നോട്ടു കൊണ്ടുപോയി. അവരുടെ പിന്തുടർച്ചക്കാരായ എ.പി. കൃഷ്ണകുമാർ, അരുൺ രാംദാസ് നായിക്, എൻ. ശിവദാസൻ, എൻ. അരുൺ മല്ലർ, അബ്ദുൽ നാസർ, എൻ.പി. ഭൂപേഷ്, കളരിക്കൽ സുധീർ എന്നിവർ അവരുടേതായ പ്രവർത്തന മികവ് തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നു. കാലിക്കറ്റ് ബുള്ളിയൻ ഡീലേഴ്സ് അസോസിയേഷൻ ചെറുകിട കച്ചവടക്കാരുടെ അഭിവൃദ്ധിക്കും ഉന്നമനത്തിനും ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും കൂടാതെ സ്വർണ്ണ വ്യാപാരികളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള പാരിതോഷങ്ങളും സ്കോളർഷിപ്പുകളും ഉന്നത വിദ്യാഭ്യാസം നേടിയ കുട്ടികൾക്ക് സ്വർണ്ണ മെഡലുകളും അതോടൊപ്പം സമൂഹത്തിലെ പിന്നോക്കം നിൽക്കുന്നവർക്ക് വേണ്ടി വിദ്യാഭ്യാസ സഹായങ്ങളും ചികിത്സാ സഹായങ്ങളും ഭവന നിർമ്മാണത്തിനുള്ള സഹായങ്ങളും സ്കൂളുകൾ കേന്ദ്രീകരിച്ച് പഠനോപകരണങ്ങളും നൽകുന്നുണ്ട്. സ്വർണ്ണ വ്യാപാരികൾക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ഈ പോലീസ്, സെൻട്രൽ എക്സൈസ്, കസ്റ്റംസ്, സെയിൽ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെയൊക്കെ ബുദ്ധിമുട്ടുകൾ. അതിനെതിരെ സംഘടിച്ച് നല്ലൊരു മുന്നോട്ടുള്ള പ്രയാണത്തിലാണ് ഞങ്ങളെല്ലാവരും ഈ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. കൂട്ടായ ഒരു മുന്നേറ്റം കൊണ്ടാണ് ഈ സംഘടന ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ ഒരു ബുദ്ധിമുട്ടും കൂടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ കോഴിക്കോട്ടെ സ്വർണ്ണ വ്യാപാരികൾക്ക് വ്യക്തമായ ദിശാബോധവും അതോടൊപ്പം അവർക്ക് ഒരു ബിസിനസ്സുകാരൻ നിലയ്ക്ക് ശക്തിയും പകർന്ന ഒരു സംഘടനയാണ് CBDA. കോഴിക്കോടുള്ള എല്ലാ സ്വർണ്ണ വ്യാപാരികൾക്കും മുൻപ് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും അവർക്ക് ഒരു താങ്ങായി നിന്നിട്ടുള്ള ഒരു സംഘടനയാണ് CBDA. ഇതിൻ്റെ മുൻകാല നേതാക്കന്മാരെ നമ്മൾ സ്മരിക്കുകയാണെങ്കിൽ എല്ലാ ആളുകളും ഇതിൽ വേണ്ട അത്ര അവർക്ക് സമയമില്ലാത്ത സമയം പോലും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിരിക്കുന്നു. അതുകൊണ്ട് 75 വർഷത്തിന് ശേഷവും ഈ സംഘടന ഇന്നും വളരെ ശക്തമായിട്ട് നിലകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. കാലിക്കറ്റ് ബുള്ളിയൻ ഡീലേഴ്സ് അസോസിയേഷനിൽ ഞാൻ മെമ്പറായിട്ട് 35 വർഷം പൂർത്തിയായി. ഈ സംഘടനയിൽ എന്നെ ഏറ്റവും ആകർഷിച്ച സംഗതി ഇതിൻ്റെ കണക്കുകളിലുള്ള സുതാര്യതയാണ്. വളരെ കൃത്യമായി കണക്കുകൾ അവതരിപ്പിക്കുകയും ആ കണക്കുകൾ ഇവിടുത്തെ പ്രമുഖ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെ കൊണ്ട് ഓഡിറ്റ് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ എല്ലാ 2 വർഷം കൂടുമ്പോഴും കൃത്യം ജൂൺ 30 ഇതിൻ്റെ ഇലക്ഷൻ നടത്തുകയും അംഗങ്ങൾക്കിടയിൽ നിന്ന് പുതിയ ഭാരവാഹികളെ കണ്ടെത്തുകയും ചെയ്യും. ഇന്ന് കേരളത്തിലെ മുഴുവൻ സ്വർണ്ണ വ്യാപാരികളെയും ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷനുമായി അഫിലിയേറ്റ് ചെയ്താണ് സംഘടന സജീവമായി നിലകൊള്ളുന്നത്. അംഗങ്ങളുടെ നിസ്വാർത്ഥ സഹകരണവും സാന്നിധ്യവും പ്രവർത്തന പങ്കാളിത്തവും കൂടിച്ചേർന്നപ്പോൾ നഗരത്തിനുള്ളിൽ 3 നില കെട്ടിടമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ സംഘടനയ്ക്ക് സാധിച്ചു. കാലിക്കറ്റ് ബുള്ളിയൻ അസോസിയേഷൻ ആദ്യം ഒരു ചെറിയൊരു വീട് ഞങ്ങൾ വിലക്കെടുത്തി. സ്ഥലം 10 സെൻറ്റ് ഉണ്ടായിരുന്നു. റോഡിന് കുറച്ച് വിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് കൊല്ലം കഴിഞ്ഞിട്ട് ഇതിന് ബിൽഡിങ് പ്ലാനൊക്കെ പാസ്സാക്കി നല്ലൊരു ബിൽഡിങ് കെട്ടി
അന്ന് കോഴിക്കോട് മേയറും ഡെപ്യൂട്ടി മേയറൊക്കെ വന്നിട്ടാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. നമ്മൾ സ്റ്റേറ്റ് കമ്മിറ്റി, സ്റ്റേറ്റിലെ സെക്രട്ടറി, പ്രസിഡൻ്റൊക്കെ വന്നിരുന്നു. ഓൾ കേരള ഗോൾഡ് സ്പോർട്സ് അങ്ങനെ ഒന്നിച്ച് വന്നതാണ്. അന്ന് ഞങ്ങൾ എല്ലാ മെമ്പർമാരും ഈ സഹകരിച്ചിട്ടുണ്ട്. എല്ലാ മെമ്പർമാരും പൈസയായിട്ടും എല്ലാം സഹകരിച്ച് വന്നതാണ്. അന്ന് PM ആയിരുന്നു പ്രസിഡൻറ്റ് നമ്മുടെ സംഘടനയുടെ, ഞാൻ സെക്രട്ടറി. ഞാൻ 17 വർഷത്തോളം സെക്രട്ടറി ആയിട്ട് തുടർച്ചയായിട്ട്, അയാൾ പ്രസിഡൻറ്റ് 17 വർഷം. അതിനുശേഷം ഓരോരുത്തർക്കും മാറി വന്നു. എന്നാൽ ഞങ്ങളവിടെ ഐക്യത്തോടു കൂടി പോകുന്ന ഒരു സംഘടനയാണ്. പഴയ ഭാരവാഹികൾ എല്ലാവരും കൂടി കുറച്ച് പണം സ്വരൂപിച്ചിട്ട് ഉണ്ടാക്കിയ ഒരു സ്ഥാപനമാണ്. അത് ഇന്ന് ഈ നിലയിലെത്തിയത് പിന്നീട് വന്നിട്ടുള്ള ഓരോ ഭാരവാഹികളും അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ടാണ്. ആ കഠിനാധ്വാനം ചെയ്യണമെന്നുള്ള ഒരു താല്പര്യം ഓരോ മെമ്പർമാർക്കും അല്ലെങ്കിൽ ഭാരവാഹികൾക്കും ഉണ്ടാവാനുണ്ടായ കാരണം ഇനിയും വരും കാലങ്ങളിൽ ഈ കച്ചവട രംഗത്ത് ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇപ്പോൾ മത്സരത്തിൻ്റെ പൊടിപ്പൂരമായിട്ടുള്ള ഈ സമയത്ത് സംഘടനയാണ് ഈ കച്ചവടക്കാർക്ക് വേണ്ട ബോധവൽക്കരണവും പുതിയ ടെക്നോളജികളൊക്കെ പുതിയ ടെക്നോളജികളൊക്കെ വളർന്നു വരുന്ന സമയത്ത് കച്ചവടത്തിലും തന്നെ ആ ടെക്നോളജികൾ പ്രയോഗിച്ചും കൊണ്ട് മുൻപോട്ട് പോകാൻ ഇന്ന് മുൻപത്തെ മാതിരിയല്ല, കച്ചവടം ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിട്ടുണ്ട്. എന്നുവെച്ചാൽ ടെക്നോളജീൻ്റെ വളർച്ചയാണ്. അതിനനുസരിച്ച് അപ്ഡേറ്റ് ആവാൻ വേണ്ടി ഈ കച്ചവടക്കാർക്ക് വേണ്ട നിർദ്ദേശങ്ങളും വേണ്ട പ്രാക്ടിക്കലായിട്ടുള്ള പരിചയങ്ങളൊക്കെ അതാത് ക്ലാസ്സുകൾ കൊടുത്ത്, അതേമാതിരി ഈ പുതിയ നിർമ്മാണ രംഗത്ത് പുതിയ മോഡലുകൾ വരുന്ന സമയത്ത് അതിനെ ഒരു എക്സിബിഷനൊക്കെ നടത്തി അവിടേക്ക് ഇവിടുത്തെ കച്ചവടക്കാരെ കൊണ്ടുപോയി അവർക്ക് ആ പുതിയ ആഭരണങ്ങളുടെയൊക്കെ പരിചയപ്പെടുത്തി കച്ചവടത്തിന് ആളുകളെ എങ്ങനെ, നമ്മുടെ പൊതുജനങ്ങളെ എങ്ങനെ ആകർഷിക്കാൻ പറ്റും ഈ കച്ചവടത്തിലേക്ക് എന്ന് ഉന്നമനത്തിലേക്ക് നയിച്ചു കൊണ്ടുപോകുന്ന ഒരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. CBDയെ സംബന്ധിച്ചിടത്തോളം റാമോൻ കമത്തിന് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല. കച്ചവടക്കാർക്ക് എന്താണ് നിയമം, എന്താണ് മനുഷ്യാവകാശം എന്ന് പഠിപ്പിച്ചു കൊടുത്ത ഒരു വ്യക്തിത്വം കൂടിയാണ് ശ്രീ റാമോൻ കമത്ത്. റാമോൻ കമത്ത് ഒരുപക്ഷെ അങ്ങനത്തെ ഒരു വ്യക്തി സംസ്ഥാനം തുടങ്ങിയെല്ലാം തപ്പാൽ ഇനി ഉണ്ടാവില്ല. അദ്ദേഹം ഒരു ഹിസ്റ്ററി തന്നെയാണ്, ഒരു ലെജൻഡ് തന്നെയാണ്. നമ്മുടെ സംഘടനയിൽ VNM, ഭീമ, ഫ്രാൻസിസ് ലൂക്കാസ്, ചെമ്മണ്ണൂർ ബോച്ചെ, അക്ഷയ ഗോൾഡൻ ഡയമണ്ട്, സെലീന, ശോഭിക, റീഗൽ, ലുലു എല്ലാം നമ്മുടെ അഭിമാനകരമായിട്ടുള്ള അംഗങ്ങളാണ്. നമുക്ക് അതോടൊപ്പം തന്നെ GJCയും IBGയും പിന്നീട് മലബാർ ചേംബർ ഓഫ് കോമേഴ്സിൽ വരെ നമുക്ക് പ്രാതിനിധ്യമുണ്ട്. ഈവൻ GJCയിൽ നമ്മുടെ അംഗങ്ങൾ ഫൗണ്ടർ മെമ്പേഴ്സും കൂടി ഉണ്ട്. IBG നമ്മളെ നല്ലൊരു വ്യക്തിബന്ധം അതുമാത്രമല്ല, ദക്ഷിണേന്ത്യയിലുള്ള പല പ്രാദേശിക സംഘടനകളുമായിട്ട് ഞങ്ങൾ നല്ലൊരു ബന്ധം നമ്മൾ സ്ഥാപിക്കുന്നുണ്ട്. ഞാൻ അഭിമാനിക്കുന്നു CBDയിൽ അംഗത്വത്തിൽ ഞാൻ അഭിമാനിക്കുന്നു. ആൻഡ് ഐ എം എ പ്രൗഡ് മെമ്പർ ഓഫ് CBD. കനകമെന്നും കാലാതിവർത്തിയാണ്, ഒരു നാളും മൂല്യഭംഗം വരാത്ത ദീപ്തനാളം. ഉറപ്പാണ്, പത്തരമാറ്റിന്റെ പൊൻകാന്തിയോടെ ഇനിയുമീ പൈതൃക നഗരി സൂര്യമുഖം പോലെ തിളങ്ങി നിൽക്കും. ഒപ്പം സ്വർണ്ണ വിപണനത്തിന്റെ സ്നേഹകമ്പോളത്തിന് തീയും ചൂടുമായി, ഉയിരും ഉണർവുമായി ഈ സൗഹൃദ കൂട്ടായ്മയും.